കോയമ്പത്തൂരിൽ ഹൈവേ റോബറിക്കാരുടെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ടു എന്ന വെളിപ്പെടുത്തലുമായി കൂടുതൽ മലയാളികൾ. അട്ടപ്പാള എന്ന സ്ഥലത്ത് വെച്ച് കവർച്ചാ സംഘം ആക്രമിച്ച് ടയർ പഞ്ചറാക്കാൻ ശ്രമിച്ചുവെന്ന് പുനലൂർ സ്വദേശി ഷാജി 24-നോട് പറഞ്ഞു. ഈ വർഷം മാർച്ച് 27-നാണ് സംഭവം. ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് കയറി കുറച്ചു നേരം കഴിയുമ്പോൾ ഞങ്ങളുടെ വണ്ട് പഞ്ചറായി. കാരണം അതിനകം വെച്ചിട്ട് ഇവർ ഈ ടയർ കുത്തിപ്പൊട്ടിച്ചതാണ്. കാരണം എനിക്ക് തോന്നുന്നു ഇത് കഴിഞ്ഞാൽ ഈ സ്ഥലം കഴിഞ്ഞാൽ വേണ്ട ഒരു 63 കിലോമീറ്റർ ദൂരം വിജനമായ സ്ഥലമാണ്. അവിടെയൊക്കെ ചെന്ന് പെട്ടുപോയാൽ നമുക്ക് തിരിച്ചു പോകാനോ തിരിച്ചു വരാനോ പറ്റാത്തൊരവസ്ഥയാണ്. അത് അവർക്ക് അറിയാവുന്നത് കൊണ്ടായിരിക്കണം അവരത് ചെയ്തത്. എന്തായാലും ദൈവഭാഗ്യം കൊണ്ട് ഞങ്ങൾക്ക് വണ്ടി പെട്ടെന്ന് തന്നെ പഞ്ചറാവുകയും അടുത്തൊരു ഷോപ്പിൽ കയറി ഞങ്ങൾ ടയർ ചേഞ്ച് ചെയ്ത് പോവുകയും ചെയ്തു. ഏകദേശം ഒരു രാത്രി ഒരു 10 മണി സമയമാണ്. അന്ന് ആ ടയർ അവിടെ വെച്ച് പഞ്ചറാവാതെ കുറച്ചുകൂടെ ദൂരെ ആയിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ചിലപ്പോൾ ഞങ്ങൾ ഇതേ അറ്റാക്കിൽ പെട്ടുപോയേനെ. ഞങ്ങളുടെ കയ്യിലിരുന്ന സ്വർണവും പണവും ഒക്കെ അവർ തട്ടിക്കൊണ്ടുപോയേനെ. ഒരു പക്ഷേ ചിലപ്പോൾ ജീവഹാനി വരെ ഉണ്ടായേനെ. നേരത്തെ മധുക്കരയിൽ മലയാളി കുടുംബം ആക്രമിക്കപ്പെട്ടു എന്ന വാർത്തകൾക്ക് പിന്നാലെയാണ് ഷാജിയുടെ പ്രതികരണം. എസ് ശ്യാംകുമാർ കൊച്ചിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേർന്നു. ശ്യാം, എന്താണ് ഇവർ പറയുന്നത്? വേണു, ഈ കേസുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇന്നലെ മധുക്കരയിൽ മലയാളികൾ ആക്രമിക്കപ്പെട്ട സംഭവത്തിന്റെ വാർത്ത പുറത്തുവിട്ടതോടെയാണ് കോയമ്പത്തൂർ സേലം ദേശീയപാതയിൽ ഈ ഹൈവേ റോബറി സംഘത്തിന്റെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ട അനുഭവം ഒരു മലയാളി കുടുംബം തുറന്നു പറയുന്നത്. ഇദ്ദേഹം ഷാജി എന്ന് പറയുന്ന പുനലൂർ സ്വദേശി പ്രവാസിയാണ്. കഴിഞ്ഞ മാർച്ച് 27-ന് ഇവർ തിരുപ്പതിയിൽ പോയി തിരികെ വരുമ്പോഴാണ് ഇവർക്ക് ഈ അനുഭവം ഉണ്ടായത്. അവർ പറയുന്നുണ്ട്, രാത്രിയിൽ വരുമ്പോൾ അവരുടെ കാറിന്റെ വീൽ പഞ്ചറാക്കപ്പെട്ടു. അവിടെ നിന്ന് കുറച്ചു ദൂരം നീങ്ങിയിരുന്നുവെങ്കിൽ പിന്നീട് വിജനമായ സ്ഥലമാണ്, ഹോട്ടലുകളോ മറ്റ് സ്ഥാപനങ്ങളോ ഒന്നുമില്ല. ആ സ്ഥലത്ത് അവിടെ വെച്ച് ആക്രമിക്കപ്പെടാമായിരുന്നു. കാരണം അവരുടെ വാഹനത്തിന് മുന്നിൽ ഒരാൾ സ്കൂട്ടറിൽ സഞ്ചരിച്ച് ഈ കാറിനെ നിരന്തരം നിരീക്ഷിച്ച് നീങ്ങുന്നുണ്ടായിരുന്നതായും ഷാജിയുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു. ഏതായാലും വാഹനം തൊട്ടടുത്തുണ്ടായിരുന്ന ഒരു ഹോട്ടലിൽ കയറ്റി പരിശോധിച്ചപ്പോഴാണ് കാർ ആണി വെച്ച് പഞ്ചറാക്കപ്പെട്ടത് ഇവർ മനസ്സിലാക്കുന്നത്. പിന്നീട് അവിടെ നിന്ന് വളരെ വേഗത്തിൽ കേരളത്തിലേക്ക് വാഹനം ഓടിച്ചു പോരുകയായിരുന്നു. കുറച്ചധികം നേരം അവരെ ഒരാൾ സ്കൂട്ടറിൽ പിന്തുടരുകയും ചെയ്യുന്നുണ്ടായിരുന്നു. ഇന്ന് രാവിലെ മറ്റൊരാളും ഇതേപോലെ ഒരു അനുഭവമായി നമ്മളെ ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു. അങ്ങനെ ആ ദേശീയപാതയിൽ ഉണ്ടായ മലയാളികൾ തന്നെ ആക്രമിക്കപ്പെടുന്ന സംഭവങ്ങളുടെ അനുഭവങ്ങൾ തുറന്നു പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ഒരു കുടുംബം കൂടി രംഗത്ത് വന്നിരിക്കുന്നത്. ഏതായാലും ഇന്നലെ അറസ്റ്റിലായ 4 പ്രതികൾക്ക് പുറമെ 2 പേരെ കൂടി അറസ്റ്റ് ചെയ്യാൻ ബാക്കി നിൽക്കുകയാണ്. ഇപ്പോൾ ഇത്തരത്തിൽ കൂടുതൽ പേർ സമാന അനുഭവങ്ങൾ പങ്കുവെച്ചുകൊണ്ട് മുന്നോട്ട് വരുന്നത്. വേണു, എസ് ശ്യാംകുമാറാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.